ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്നാക്സായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിളമ്പാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഞാൻ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആദ്യം 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുക, പിന്നെ വീണ്ടും 3ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിത് കുറച്ച് ഗീ ആണ് ഒരു പാനിലിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ഒരുപാട് ഗീ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ഗോൾഡൻ കളറാക്കിയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഓയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പം ബ്രെഡ് നന്നായിട്ട് ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് സൈഡിലൂടെ ഇങ്ങനെ ഗീ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഗീയിലായാലും ബട്ടറിലായാലും ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഗീയിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി സമയം അത് ക്രിസ്പി ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗീയിൽ തന്നെയാണ് ഈ ഓരോ പീസസ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും ഇങ്ങനെ ടോസ്റ്റ് അധികമായിട്ടുണ്ട്, കാരണം ഇത് സ്റ്റീലിൻ്റെ പാനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഫ്രൈ പാൻ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ലൈറ്റായിട്ട് നിങ്ങൾക്ക് നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു സോസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുത്തുള്ളത്. ആ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മളതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ കേട്ടോ ചേർത്തത്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ബട്ടറിൽ മൈദ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാനും. അപ്പോൾ മാക്സിമം കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ഒരുപാട് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ആ ഒരു ബട്ടറിൽ ആ ഒരു മൈദ നന്നായിട്ടൊന്ന് സോട്ടായതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 4 അല്ലിയോളം വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മളതിൻ്റെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അത് നല്ലൊരു മണം വരും. ബട്ടറിൽ ആ ഒരു വെളുത്തുള്ളി മൂക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ബട്ടറിൽ ആ ഒരു ഗാർലിക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആ ഒരു മൈദ ചേർത്തിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ, നമ്മൾ പാസ്തക്കൊക്കെ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഗാർലിക്കൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് 1.5 കപ്പോളം പാല് നമ്മൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം, ഒരു 1.5 ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഒറിഗാനോ സീസണിങ് ആയിട്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന്, ഒരുപാടല്ല കുറച്ച് മാത്രം നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ആ ഒരു സോസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഏത് കമ്പിയുടേതായാലും കുഴപ്പമില്ല, അത് നമ്മൾ 2 ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും, കാരണം ചൂടായിട്ടുള്ളതല്ല, ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് ആ ഒരു സോസ് നല്ലൊരു ഇതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മളിത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരുപാട് തിക്കായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസായിട്ടും വേണ്ട, ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ കണ്ടില്ലേ, നല്ലതായിട്ട് ഇങ്ങനെ ക്രിസ്പിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു സ്റ്റീലിൻ്റെ പാനിലായതുകൊണ്ട് അതിൻ്റെ ചൂടൊക്കെ നിന്ന് നല്ല ക്രിസ്പിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ടൊരു ട്രേ ആട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ചൊന്നും ബേക്ക് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സെർവ് ചെയ്യാനുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ആദ്യം കുറച്ച് നമ്മൾ ആ ഒരു ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഇതുപോലെ കുറച്ച് വിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന സോസ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസാവും ചെയ്യരുത്, നല്ല തിക്കായിട്ടും വരരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്, ഒരു ട്രേയിലേക്ക് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഇതുണ്ടല്ലോ, അപ്പോൾ അത് നമ്മളിത് ഇതുപോലെ മേലെ ഭാഗത്തും ആ ഒരു സൈഡ്സിലൊക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതിൻ്റെ ഒരു പകുതിയായിട്ടാണ്, ഇതിപ്പോൾ ഏകദേശം 2 പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ പകുതിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് എല്ലാം ചെയ്തെടുക്കാം. 2 പീസ് ബ്രെഡും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലൊക്കെ ആയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് നമ്മളുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ഒരു റെസിപ്പി നല്ല സെറ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കേട്ടോ, നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. നല്ലൊരു ബ്രെഡൊക്കെ ഇങ്ങനെ മേലെയായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു റെസിപ്പിയൊക്കെ പോലെ നല്ലൊരു സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഒന്നിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്രീമി ചീസി ആയിട്ടുള്ള നല്ലൊരു സോസും പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ നല്ല കറുമുറാന്നായിട്ടുള്ള ഒരു ബ്രെഡും കൂടെ വന്നപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ലല്ലോ. നമ്മൾ കുറച്ച് പാലും അതുപോലെ തന്നെ ബ്രെഡും വരുന്നേ ഉള്ളൂ. ചീസിൻ്റെ സ്ലൈസ് മാത്രമേ നമുക്ക് എപ്പോഴും വീട്ടിലില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്.